സോ വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പ് 3 മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്സൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കി കളിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇപ്പോഴുള്ള ഗെയിം പ്ലേനെക്കാട്ടി നിങ്ങൾക്ക് ഒന്നും കൂടി ഗെയിം പ്ലേ ബെറ്റർ ആക്കാൻ വേണ്ടി സാധിക്കും. സോ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ ലാഗും കാര്യങ്ങളൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പ്രഷർ സ്റ്റൈലാണ് നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്ക്. നമ്മൾ പ്ലേ സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് താഴത്തോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് പ്രഷർ സ്റ്റൈലും സ്റ്റാൻഡേർഡും. ഇപ്പോൾ ഞാൻ കണ്ടതിൽ ഭൂരിപക്ഷം പേരും പ്രഷർ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പ്രഷർ സ്റ്റൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൺട്രോളിലെ അല്ല ഗെയിം പ്ലേ ഉണ്ടാവുക. അതായത് ഒരു 100ൽ ഒരു 60-70% നിങ്ങൾ ഡിഫെൻഡിങ് പൊട്ട് തന്നെ ആയിരിക്കും ചെയ്യുക. സോ അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞു വരുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പിലോട്ട് ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഏതൊരു യൂട്യൂബർ എടുക്കുകയാണെങ്കിലും ഇവിടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിരിക്കും വരിക. സോ മാക്സിമം നിങ്ങൾ ഡിഫെൻഡിങ് മാച്ചപ്പും കാര്യങ്ങളൊക്കെ ആക്കി സ്റ്റാൻഡേർഡ് ടൈപ്പിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മാക്സിമം സോൾവ് ആക്കാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങളുടെ ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടുന്ന കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മിസ്റ്റേക്കിലേക്ക് പോവാം. പാസിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് മിസ്റ്റേക്ക്. ബട്ട് പാസിംഗ് ഒരിക്കലും ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് പാസിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നമ്മൾ പാസ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഡാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഉടനെ നിങ്ങൾ ഡാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബോൾ കൺട്രോൾ കുറയുന്നതായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ബോൾ നമ്മുടെ കാൽമേൽ ഇരിക്കാതെ ഒന്നും കൂടി നമ്മളെ ഫ്രണ്ടിലോട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഡിഫെൻസ് പോലെ ബോൾ മുന്നിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താക്കുക, പാസ് ചെയ്യുമ്പോൾ ഡാഷ് ബട്ടൺ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പാസ് ചെയ്യുമ്പോൾ നോർമൽ ജോയ്സ്റ്റിക്ക് ഇതുപോലെ നോർമൽ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മാത്രം പാസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സംഭവം ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. പാസിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. നമ്മൾ കഴിയുന്നതുമായ ഒരു ഡാഷ് ബട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവം പാസ് ചെയ്യുമ്പോൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് മിസ്റ്റേക്കും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 മിസ്റ്റേക്സ് തന്നെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഗെയിം പ്ലേ എത്രയോ ബെറ്ററാവും. നിങ്ങളെ ഡിഫെൻസ് സെറ്റായി ആൻഡ് നിങ്ങളെ പാസിങ് കുറേ ബെറ്ററാവും. നിങ്ങളെ മിസ് പാസും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി സാധിക്കും ഒരു ഡാഷ് ബട്ടൺ കുറയ്ക്കുകയാണെങ്കിൽ. സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ നമുക്ക് ഒട്ടിലേക്ക് അടുപ്പിക്കാണ്ട് ലാസ്റ്റ് മിസ്റ്റേക്കിലോട്ട് പോവാം. ഡാഷ് ബട്ടൺ. സോ നമ്മുടെ ലാസ്റ്റ് മിസ്റ്റേക്കും നമ്മൾ ഡാഷ് ബട്ടണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ ഈ ഒരു ഡാഷ് ബട്ടൺ നമ്മൾ കളിക്കുമ്പോൾ അമിതമായ അമൃതം എന്ന് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ഡാഷ് ബട്ടൺ കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാതെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ ട്രിപ്പിൾ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ചില സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. ബട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഡാഷ് ബട്ടൺ നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. സോ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു മൈനസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയറുടെ സ്റ്റാമിന പെട്ടെന്നായിട്ട് നമ്മൾ കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സോ അപ്പോൾ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലെയർ പെട്ടെന്നും സ്റ്റാമിന കുറഞ്ഞ് പിന്നെ പ്ലെയറുടെ ഫോം തന്നെ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതൊരു മൈനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ബോൾ കൺട്രോളിങ് ആണ്. ബോൾ കൺട്രോളിൽ നമുക്ക് തിരെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇനിയിപ്പോൾ 99 ബോൾ കൺട്രോളുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ പോലും നമുക്കവിടെ ബോൾ കൺട്രോൾ നഷ്ടപ്പെടും. ബോൾ കൺട്രോൾ നല്ല രീതിയിൽ നമുക്ക് പാടായിരിക്കും. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ബട്ട് ഡാഷ് ബട്ടൺ യൂസ് ചെയ്താൽ നമുക്ക് കളിക്കാനും പറ്റത്തില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് ഡാഷ് ബട്ടണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. ഒരിക്കലും ഡാഷ് ബട്ടൺ യൂസ് ചെയ്യരുതെന്നൊന്നും പറയുന്നില്ല, യൂസ് ചെയ്യണം. ബട്ട് കൂടുതൽ ഓവറായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഡാഷ് ബട്ടണും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ടിപ്പ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മാക്സിമം ഗെയിം പ്ലേ ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് ഞാൻ ഈ ഒരു പറഞ്ഞ മിസ്റ്റേക്കും കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ ഗെയിം പ്ലേ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നമ്മുടെ വീഡിയോ കാണുന്ന 98% ആൾക്കാർ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ മാക്സിമം ഉണ്ടാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ആവുക. ഉടനെ നമ്മൾ ഒരു ഗിവ് അവേ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിന്നറും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോസ്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാ മച്ചന്മാർക്കും ബൈ.